വസല്ലം മാരക രോഗം വരുമ്പോ പേടിക്കല്ലേ, മാരക രോഗമുണ്ടെന്ന് കേൾക്കുമ്പോ തളർന്നു പോകല്ലേ. എന്റെ റബ്ബ് ഞാൻ ചെയ്തു കൂട്ടുന്ന അമലുകൾക്ക് വേഗത ഇല്ലെന്ന് കണ്ടപ്പോ എന്നെ അങ്ങ് കൊണ്ടുപോകാൻ, എന്നെ ഒന്ന് ഉയർത്തിത്തരാൻ, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം തരാൻ അള്ളാഹുവിന് തീരുമാനമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹു എന്നെ രോഗിയാക്കി കിടത്തുന്നതാണെന്ന് ക്ഷമിക്കിൻ, ഇന്നാലില്ലാഹി ചൊല്ലിൻ. ക്ഷമ പാലിച്ചാൽ ഇത് കാരുണ്യവാനാണ് എന്നെ പരീക്ഷിച്ചത്. ഇന്നാലില്ലാഹ്, അള്ളാഹുവിനല്ലേ ഞാൻ കടപ്പെട്ടത്, ഞാൻ അള്ളാഹുവിൻ്റെതാണല്ലോ. സന്തോഷം. വിഷമം വന്നാലും സന്തോഷം, രോഗം വന്നാലും വിഷമല്ല. എന്ത് പരീക്ഷണം വന്ന എന്തേ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ ഷഹീദാവാൻ ഭാഗ്യം തരണേ എന്ന് ചോദിച്ച സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലേ, നബിന്റെ നാട്ടിൽ മദീനയിൽ ഷഹീദാവണം. എവിടെ? യുദ്ധം നടക്കാത്ത നാട്ടിൽ. മക്കയിലും മദീനത്തും യുദ്ധം ചെയ്യാൻ പാടില്ല. അവിടെ ശത്രുക്കൾ വന്ന് ആക്രമിച്ചാൽ പ്രതിരോധിക്കാം എന്നല്ലാതെ യുദ്ധം നടക്കാൻ പാടില്ലാത്ത മദീനയിൽ തന്നെ എനിക്ക് ഷഹീദാകണം എന്ന് ചോദിച്ച മഹാനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ചോദ്യം അത്ഭുതമുള്ള ചോദ്യമാണ്. ഷഹീദാവണം എവിടെ കിടന്നിട്ട്? മദീനയിൽ കിടന്നിട്ട്. അവിടെയാണെങ്കിലോ ഷഹീദാവണമെങ്കിൽ യുദ്ധം വേണ്ടേ? യുദ്ധത്തിന് സാധ്യതയില്ലാത്ത സ്ഥലത്തും. എന്തേ കാരണം എന്നറിയോ? എൻ്റെ റസൂലിൻ്റെ മദീന വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ കിടക്കണം, പക്ഷെ എനിക്ക് രക്തസാക്ഷിത്വം വേണം. ആ ചോദ്യത്തിന് മറുപടിയായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോ മിഹ്റാബിലൂടെ ശത്രു വന്ന് കുത്തുകയാണ്. ശത്രു വന്ന് കുത്തുന്നു. ഉമർ തങ്ങളെ വയറിന് ആഴമായ മുറിവേറ്റു. സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ മഹാനായ സ്വഹാബി മിഹ്റാബിൽ വീഴുന്നു. സ്വഹാബികളൊക്കെ നിസ്കാരം പൂർത്തിയാക്കി അമീറുൽ മുഅ്മിനീൻ എടുത്ത് കൊണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ടവർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. കുടിച്ച പാല് മുഴുവനും വയറിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഉറപ്പിച്ചു ഇനി രക്ഷപ്പെടില്ലെന്ന്. വയറിന് ദ്വാരം സംഭവിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ തങ്ങൾക്ക് ബോധം വരൽപ്പം തെളിഞ്ഞപ്പോൾ ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. എന്താ ചോദിച്ചെന്നറിയോ? അസ്വലാഹ്, എന്റെ സുബ്ഹി നിസ്കാരം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, എനിക്ക് വുളു എടുത്തു തരിൻ. ചെറുപ്പക്കാരാ, നിസ്കരിക്കാതെ ബെഡ്റൂമിൽ പുതപ്പെടുത്ത് തലയിൽ മൂടി വെച്ച് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, പ്രായപൂർത്തിയായി കഴിഞ്ഞ ആൺകുട്ടിയെ, പ്രായപൂർത്തിയായ പെൺകുട്ടി, സുബഹി നിസ്കരിക്കാതെ കിടക്കുന്ന പെൺകുട്ടി, ആൺകുട്ടി, നീ ചിന്തിക്ക്. വയറിന് കുത്തേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് ഈ ഉമ്മത്തിന്റെ അമീറുൽ മുഅ്മിനീങ്ങളിൽ രണ്ടാമതായി കടന്നു വന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, എന്റെ സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, എനിക്കാരെങ്കിലും വുളു ചെയ്തു തരിൻ. ആ കിടന്ന കിടപ്പിൽ വുളു എടുത്ത് നിസ്കാരം, സുബ്ഹി നിസ്കാരം ഖളാ വീട്ടിയ മഹാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ഓരോരുത്തരും സന്ദർശിക്കാൻ വരികയാണ്. ഓരോരുത്തരും ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ഏത് രോഗിയാണെങ്കിലും, എത്ര മാരകമായ രോഗമാണെങ്കിലും, ലാ ബസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, ഇതാ നമ്മൾ പറയേണ്ടത്. ലാ ബസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരല്ല, രോഗക്ക് അല്ലാഹു ശിഫയാക്കും. ഇതേ പറയാവൂ. ഏത് രോഗി, ഡോക്ടർമാർ പറഞ്ഞു ഇനി കൊണ്ടുപോയിക്കോളി, മരുന്നൊന്നും ഇവിടെ അല്ല, വീട്ടിൽ കൊണ്ടുപോയി വല്ല കഞ്ഞിവെള്ളം കൊടുത്തോളൂ, എന്നാലും അള്ളാഹുവിന് ശിഫ നൽകാൻ പറ്റും. അള്ളാഹുവിന് ഖളാ ഉണ്ടെങ്കിൽ അള്ളാഹ് ശിഫ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു